നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും കൂടുമ്പോൾ ചില മാറ്റങ്ങൾ കൂടി അതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ PV അൻവറിനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് LDFിന്റെ നിലമ്പൂർ നഗരസഭാ കൗൺസിൽ കൂടിയായിട്ടുള്ള ഇസ്മായിൽ എർഞ്ഞിക്കൽ. മുമ്പ് JDSന്റെ ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്. എന്താണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിന് കാരണം? ഇന്ന് PV അൻവർ ഉന്നയിക്കുന്നത് വർഗീയതക്കും ഫാസിസത്തിനെതിരെ പോലീസിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ പിടിമുറുക്കം കേരളത്തിലെ പോലീസ് പിണറായി എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാൻ പ്രതിനിധിക്കുന്ന പാർട്ടി കർഷകരുടെ പാർട്ടിയാണ്. അത് JDS എന്ന് പറയും, ജനതാദൾ സെക്കുലർ. അതിന് ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ, മുൻ പ്രധാനമന്ത്രി. അതിൻ്റെ ദേശീയ സെക്രട്ടറി കുമാരസ്വാമി. ഇന്ന് കുമാരസ്വാമിയും ദേവഗൌഡയും നിൽക്കുന്ന എവിടെയാണ്? BJPൻ്റെ കൂടെയാണ്. കേരളത്തിൽ വരുമ്പോൾ അതെവിടെ എങ്ങനെ വരുന്നത്? കൃഷ്ണൻകുട്ടി മന്ത്രിയും അതുപോലെ തന്നെ ഞങ്ങളെ പാർട്ടി നേതാക്കൾ നിൽക്കുന്ന എവിടെയാണ്? ഈ ഇടതുവശത്തിൻ്റെ കൂടെ, പിണറായിൻ്റെ കൂടെ. അപ്പോൾ പിണറായി എന്ന് പറഞ്ഞൊരു അന്തർധാരയിൽ BJPയുമായി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. രണ്ട്, ഇന്ന് പോലീസിലെ ഉന്നയിച്ച PV അൻവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ ഉന്നയിച്ചതാണ്. അതിൽ ആദ്യമായി റിപ്പോർട്ട് കൊടുത്തത് റിപ്പോർട്ട് ചാനലായിരുന്നു. അതായത് ജിഫ്രി വധക്കേസ് മുതൽ സുജിദാസ് MPയുടെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാനുള്ള ശ്രമമായിരുന്നു. വെറും 8,000-9,000 കേസുള്ള മലപ്പുറം ജില്ലയെ 35,000 കേസുകളാക്കി മാറ്റി ഒരു വർഷത്തിൽ. അങ്ങനെ ഈ ജില്ലയെ തീവ്രവാദ ജില്ലയാക്കി മാറ്റാനുള്ളൊരു നടപടിക്രമമായിരുന്നു സുജിദാസ് പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഴിമതികളും ഈ കൊള്ളരായ്മയും സംഘീവൽക്കരണം തുറന്നു കാണിച്ചത് ഞാൻ. അതുതന്നെയാണ് ആര് തുറന്നു കാണിച്ചിട്ടുള്ളത്? PV അൻവറും. അപ്പോൾ PV അൻവർ ഇവിടെ നിലനിൽക്കേണ്ടത് ജനങ്ങളെ ആവശ്യമാണ്. ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഒത്തൊരുമയോടെ ജീവിക്കണമെങ്കിൽ ഈ വർഗീയ ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ, പിണറായിസം ഇല്ലാതാക്കാൻ ഇതിന് അൻവർ ഇറങ്ങുന്ന ഈ മുദ്രാവാക്യത്തിൻ്റെ കൂടെ ഞങ്ങളും അണിചേരുകയാണ്. തൃണമൂലിൽ പാർട്ടി അംഗമായി ജോയിൻ ചെയ്യാനാണ് തീരുമാനം? അതെ, തൃണമൂലിൽ പാർട്ടി അംഗമായി ജോയിൻ ചെയ്യാനാണ്. അപ്പം നമ്മളെ കൂടെ അംഗത്തെടുക്കും. അങ്ങനെ അംഗത്തെടുക്കും. താങ്കൾ മാത്രമാണോ അതോ താങ്കളുടെ കൂടെയും ആളുകളുണ്ടോ? ഇപ്പോൾ ഇത്തരത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഭാരവാഹികളും, മണ്ഡലം ഭാരവാഹികൾ, നിയോജക മണ്ഡലം ഭാരവാഹികൾ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മണ്ഡലം സെക്രട്ടറിമാർ, യൂത്ത് വിംഗ് നേതാക്കന്മാർ, അങ്ങനെ 90% വരുന്ന JDSൻ്റെ പ്രവർത്തകരും എൻ്റെ കൂടെയാണ്. അവരെല്ലാവരും തൃണമൂല അംഗത്വം എല്ലാവരും തൃണമൂല അംഗത്വം സ്വീകരിക്കും. ഇന്ന് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അംഗത്തെ സ്വീകരിച്ചുകൊണ്ട് തൃണമൂലിന് വേണ്ടിയിട്ട് അൻവറിന് വേണ്ടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കും. LDFിന്റെ കൗൺസിലർ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി LDF കൗൺസിലറാണ്. 23-ാം വാർഡ്. നിലമ്പൂർ നെടുമണ്ടക്കുന്ന് 23 കൗൺസിലറാണ്. മലപ്പുറം ജില്ലേൻ്റെ വൈസ് പ്രസിഡന്റാണ്. എങ്ങനെ ഇതിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഈ PV അൻവറൊപ്പം കൂടി ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു മാറ്റത്തിന് PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ വ്യക്തിയല്ല. അദ്ദേഹം ഉന്നയിച്ചത് എന്താണ്? അദ്ദേഹം തുടങ്ങി വെച്ചത് എന്താണ്? ആദ്യമായി തുടങ്ങി വെച്ച് മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിക്കുന്ന സുജിദാസിനെതിരെയാണ് തുടങ്ങിയത്. അത് ഞാൻ മുമ്പേ തുടങ്ങി, പിന്നീട് അൻവർ തുടങ്ങി. പിന്നെ ഏകാധിപത്യമായ ഈ കാക്കിവൽക്കരണം, അതായത് ഈ സംഘീവൽക്കരണം പോലീസിലെ അങ്ങനെ വന്നപ്പം സുജിദാസിൽ നിന്നും ADGPയിലേക്ക് എത്തി, ശശിയിലേക്ക് എത്തി. ഉന്നയിച്ച പ്രശ്നങ്ങൾ ഞാനും അൻവറും ഉന്നയിച്ച സംഭവങ്ങൾ ഒന്നാണ്. പിന്നെ കർഷകരുടെ പ്രശ്നം. ഇവിടെ നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന 65% വരുന്നത് മലയോര മേഖലയാണ്. അവിടുത്തെ കുടിയേറ്റക്കാർ, കർഷകർ ഇന്ന് വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. അതിനെതിരെ ശബ്ദമുയർത്തി ജനങ്ങൾക്കൊപ്പം നിന്ന് ജയിൽവാസം പോലും അതായത് ജയിൽവാസം കൂട്ടിയ ഒരു MLA ആയിരിക്കുമ്പോൾ ആദ്യത്തെ MLA ആയിരിക്കും. ജനങ്ങൾക്കും കർഷകർക്ക് വേണ്ടി ജയിൽ പോയ MLA ആയിരുന്ന PV അൻവറാണ്. ഇനിയും ആളുകൾ വരും തൃണമൂലിലേക്ക് ഇസ്മായിൽ എർഞ്ഞിക്കലിൻ്റെ കൂടെ? അതുപോലെ അതെ, ഞാനൊരു സ്റ്റാർട്ടിംഗ് ആണ്. എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരും ഈ നിയോജകമണ്ഡലം 500ഓളം പ്രവർത്തകരുണ്ട് നമ്മളെ കൂടെ JDSൻ്റെ. ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളായ ആളുകളാണ് ഇന്ന് ഇതിലേക്ക് കയറുന്നത്. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആയി 500 പ്രവർത്തകരും ഓരോ പഞ്ചായത്തിലും വർക്ക് ചെയ്യും. ഈ 500 പ്രവർത്തകർ 500 കുടുംബമാണ്. അത് മനസ്സിലാക്കേണ്ടത്. 500 പ്രവർത്തകരും തൃണമൂലിലേക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തൃണമൂലിലെത്തും. അതിൻ്റെ തുടക്കമാണ് നമ്മളിന്ന് എല്ലാ മണ്ഡലങ്ങളിലും ഭാരവാഹികളെന്ന് വിളിച്ചുകൂട്ടി ഇതിലേക്ക് ലയിക്കുന്നത്. ആ ഭാരവാഹികൾ വരുന്നതോട് കൂടി തന്നെ അവരെ കൂടുതൽ ആളുകളും വരികയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ ഭാരവാഹികൾ, മൊത്തം നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികൾ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലും ഭാരവാഹികൾ ഇന്ന് ഇവിടെ ഉണ്ടാവും. എല്ലാ ഭാരവാഹികളും തൃണമൂല അംഗത്വം എടുക്കും. എന്തായാലും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പാലക്കാട് സംഭവിച്ചതുപോലെയുള്ള ചില മാറ്റങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFിൻ്റെ നഗരസഭാ കൗൺസിൽ കൂടിയായിട്ടുള്ള JDSൻ്റെ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ഇസ്മായിൽ എർഞ്ഞിക്കലാണ് ഇപ്പോൾ മുന്നണി മാറി, പാർട്ടി മാറിക്കൊണ്ട് ഇപ്പോൾ PV അൻവറിനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുപോനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.